അമ്പടാ. ഓ ഫിഷോൺ അടിച്ചടാ. നല്ല മീനോ നല്ല മീനോ നല്ല മീനോ. ഫിഷോൺ ഞാൽബിൻ ഫിഷിംഗ് ഗൈഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് പഴയ പോലെ സ്നേക്ക് ഹെഡ് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് നാളായിട്ട് ലീവൊക്കെ എടുത്തേക്ക് വരുന്നത്, പരിപാടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്ക് വരുന്നു. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ പരിപാടി തകർക്കാൻ വേണ്ടി പോവാണ്. അപ്പം വരാലും ചേർമീനും പിടിക്കാൻ വേണ്ടി ഒരു അടിപൊളി ഫ്രോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ലൂർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഫ്രോഗ് നമ്മുടെ കയ്യിരിക്കുന്നത് കേട്ടോ. ലൂർ ക്രാഫ്റ്റിന്റെ ബുള്ളറ്റ് എന്ന് പറയുന്ന ഫ്രോഗ് നമ്മുടെ കയ്യിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കിങ്ങിലൊക്കെയാണ് സാധനം വരുന്നത്. പാക്കിംഗ് ഒന്നുമല്ല, നമ്മുടെ ഫ്രോഗിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാനായിട്ട് നമുക്ക് നേരെ ഫിഷിംഗിലേക്ക് പോയേക്കാം. 8 തൊട്ട് 9 grams ആണ് നമ്മുടെ ഫ്രോഗ് വന്നിരിക്കുന്നത്. അതുപോലെ 5 centimeter നമ്മുടെ ഫ്രോഗ് കേട്ടോ. നമുക്ക് എന്താണെങ്കിലും ഫ്രോഗ് നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ലൂർ ക്രാഫ്റ്റിന്റെ ബുള്ളറ്റ് എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ. കണ്ടിന് ഒരു താറാവിന്റെ ഒരു ഷേപ്പ് ആണ്. നിങ്ങൾ നോക്കിയാൽ ബാക്ക് വാഷ് ഒരു ഇങ്ങനെ താറാവിന്റെ ഒരു ബാക്ക് പോലെ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കി അടിപൊളിയായിട്ടിരിക്കുന്നത്. അതുപോലെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ അതിന് വന്നിരിക്കുന്നത്. ബ്ലാക്കും വൈറ്റും റെഡും ആണ് നമ്മുടെ ഫ്രോഗ് കേട്ടോ. ഒരു വൈറ്റ് പാറ്റേണും റെഡ് ഐസും വന്നിരിക്കുന്നത്. എയർഡൈനാമിക് അല്ല, ഷേപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസും കിട്ടും കേട്ടോ ഈ ഫ്രോഗിന്. പിന്നെ അതിന്റെ ഫ്രണ്ടിലുണ്ടോ അത്യാവശ്യം ഒരു ക്വാളിറ്റിയുള്ള സിവിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കി കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സിവിലാണ്. ഫ്രോഗ് എങ്ങനെയാണെന്ന് കറങ്ങും, അതായത് മീൻ അടിക്കുമ്പോൾ ഫ്രോഗ് കറങ്ങിയാൽ നമ്മുടെ ബ്രൈഡ് ഒന്നും പിരിയത്തുമില്ല, പൊട്ടിയൊന്നും പോകാൻ ചാൻസ് ഇല്ല കേട്ടോ. BMCയുടെ നല്ല കാർബൺ സ്റ്റീൽ ഹുക്കാണ് വന്നത്. നിങ്ങൾ നോക്കി അടിപൊളി ഹുക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നല്ല ഷാർപ്പായിട്ടുള്ള ടിപ്പുണ്ട്, നല്ല അടിപൊളി ബാർബൊക്കെ ഉണ്ട്. മീൻ അടിച്ചാൽ ഒരിക്കലും മിസ്സൊന്നും ആയി പോകത്തില്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഹുക്ക തന്നെയാണ് നമ്മുടെ വെയിറ്റ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വെയിറ്റ് നമ്മുടെ ഹുക്കയിൽ സെറ്റാക്കി ഇൻബിൽഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് തുമ്പത്തൊരു സിബിലയിൽ ഒരു സ്പിറ്ററിങ് ഇട്ടിട്ട് ഡബിൾ സ്പിന്നർ കേട്ടോ. കലകലകലകരാ സൗണ്ട് നിങ്ങൾ നോക്കി. അതുകൊണ്ട് തന്നെ മീൻ അടിക്കാൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യും. അതുപോലെ നല്ല അടിപൊളി ഹുക്കപ്പ് ആകും കേട്ടോ. എന്തൊക്കെയാണ് നല്ല അടിപൊളി ഫ്രോഗാണ്. ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഫ്രോഗിന് കേട്ടോ. എന്തൊക്കെയാണ് നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ റബ്ബർ ക്വാളിറ്റി ഒന്ന് കാണിച്ചു കേട്ടോ. നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട്. മീൻ അടിച്ചാൽ പെട്ടെന്ന് കീറി പോകാൻ വേണ്ടി ചാൻസ് ഇല്ല നമ്മുടെ ഈ ഫ്രോഗിന്. അപ്പോൾ നമ്മുടെ ഈ ഫ്രോഗ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘടനയിലുള്ള ആംഗ്ലസ് പാഡ് സ്റ്റാക്കിൾസ് ഉണ്ട്, നമ്മുടെ ഡ്രീം ഷെപ്പ് കാർഡിലുണ്ട്, പിന്നെ ഇസാ ഫിഷ് ടാക്കിൾസിലുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ഷോപ്പുകളിലൊക്കെ നമ്മുടെ ലൂർ ക്രാഫ്റ്റിന്റെ ഫ്രോഗ് വന്നിട്ടുണ്ട്. അടിപൊളി ഫ്രോഗ് ആയതുകൊണ്ട് ഇപ്പം എല്ലായിടത്തും ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൂർ ക്രാഫ്റ്റിന്റെ പിഗ് ഹിറ്റ് ആയ പോലെ എല്ലായിടത്തും ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫ്രോഗ്. അപ്പോൾ എല്ലാ ഷോപ്പുകളിലും കാണും കേട്ടോ. എന്തൊക്കെയാണ് നമ്മുടെ ബുള്ളറ്റുമായിട്ട് നമ്മൾ നേരെ കാസ്റ്റിംഗിലേക്കാണ്. എന്താണ് നല്ല കിടുക്കാച്ച് ഫ്രോഗ് അല്ലേ, ഡബിൾ സ്പിന്നറും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. രാവിലെ എന്ത് മഞ്ഞാന്ന് നോക്കിയേ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടോട്ടൊന്നും കാണത്തില്ല, അതുപോലെ മഞ്ഞ് നിൽക്കും കേട്ടോ. ഇതുവഴിയാണെങ്കിൽ ഫുള്ള് മഞ്ഞായതുകൊണ്ട് അനുവേടൻ അവിടെ നിൽക്കുന്ന അനുവേടനെ പോലും കാണത്തില്ല, അത്രയും മഞ്ഞ കേട്ടോ. പിന്നെ രാവിലെ അമ്പലത്തിലെ പാട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ കേട്ടോ. അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മോർണിംഗ് കേട്ടോ. അപ്പോൾ ഞാനെന്ത് അഖിലും ഇവിടെ നിൽപ്പുണ്ട്, അനുവേടൻ അവിടെ ഒന്ന് എറിയുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൊണ്ടുവന്നിരിക്കുന്ന ഫ്രോഗ് ഒന്ന് ഒരേപോലത്തെ ഫ്രോഗ് ലൂറാണ്. അതാണ് നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞത് ഈ ഫ്രോഗ് കേട്ടോ. ഇതാണ് കേട്ടോ, നല്ല അടിപൊളി ഫ്രോഗ് ലൂറാണ്. അടിപൊളി ഹുക്കപ്പ് ആവുന്ന ഒരു ഫ്രോഗ് ലൂറാണ് അഖിൽ ബുള്ളറ്റ് ഇട്ടേക്കുന്നത്. അപ്പം ആർക്കിന്ന് മീൻ കിട്ടും നോക്കാം. അനുവേടൻ അവിടെ നിന്ന് മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനും അഖിൽ തൊട്ടടുത്ത് നിൽക്കുന്നത്, ഇവിടെ നിന്ന് നമുക്ക് നോക്കാം മീൻ കിട്ടും നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് വെച്ച് തകർത്ത് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ടാക്കിൾസ് പറഞ്ഞാൽ നമ്മുടെ ഷിമാനോൻ്റെ എക്സൻസ് DC ആണ്, പിന്നെ ഒരു സ്പെഷ്യൽ റോഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അഖിൽ ഉപയോഗിക്കുന്ന റീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറാഡോയുടെ MXG ആണ് കേട്ടോ, പിന്നെ റിവോ എക്സ് റോഡും കേട്ടോ അബുഗാഷിയുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാസ്റ്റിലേക്ക് പോയേക്കാം. ഫസ്റ്റ് മീൻ ഇത് തന്നെ ആടെ ഇത്. അയ്യോ വിട്ടേക്കട്ടോ അവനെ, വിട്ടേക്കട്ടെ. നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റിൽ അടിച്ച ഫസ്റ്റ് മീൻ കേട്ടോ. എന്നാ ഹെവി സാധനം നോക്കി, അമ്പടാ 1.5 കിലോ ആയിരിക്കും. അപ്പം നമ്മളതിനെ റിലീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഫ്രോഗ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വിട്ടേക്കാം, മുമ്പ് വളരട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രോഗ് കൊള്ളാം, കുഴപ്പമില്ല. ചെറുവരാലടിച്ചിട്ടും കയറി കേട്ടോ. ചെറിയ ഗ്യാപ്പൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്ത് പോകണം, അനക്കിയൊക്കെ പോകണം. മരം ഉണ്ടല്ലോ അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. ഫിഷ് ഓൺ. അഖില് മീൻ അടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അടിച്ചില്ലടാ, അത് തീർന്നല്ലടാ, അതിനെ കളയണ്ട. അമ്പടാ, കൊള്ളാം. അപ്പോൾ നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ഫ്രോഗിൽ അതിലൊരു മീനെ പോക്കിയിട്ടുണ്ട് കേട്ടോ. നൈസ് ഹുക്കപ്പ് കേട്ടോ, അടിപൊളി ഹുക്കപ്പാണ്. നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ഉണ്ടോ ബുള്ളറ്റ് അടിക്കുന്നത് വായിക്കാതെ ഉണ്ടോ, അടിപൊളി ഹുക്കപ്പ് അയക്കുന്നത്. അതെ,
നീ പതുക്കെ അൺഹുക്ക് ചെയ്യാം, ആ സമയത്ത് ഞാൻ കാസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പം രണ്ടാമത്തെ മീൻ അഖിലാണ് ഹുക്ക് ചെയ്യുന്നത്, നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ നമ്മുടെ ബുള്ളറ്റിൽ കേട്ടോ. ഓക്കെ. അപ്പോൾ അവൻ അതിനെ ഹുക്ക് അൺഹുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വല്ലതും കിട്ടും നോക്കാം. ഓക്കെ. ചെറിയ ചെറിയ വരാലുണ്ട്, വെട്ടമൊക്കെ ഒന്ന് മാറി മഞ്ഞൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്, മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ വരാൽ വെള്ളം എടുത്ത് വേണ്ടോ, ലക്കുണ്ടെങ്കിൽ നമുക്ക് ഇനി അടിക്കും. അവിടെ എനിക്ക് സ്ട്രൈക്ക് ചെയ്യണോ, എനിക്ക് സ്ട്രൈക്ക് ആയിരുന്നു. ഓ ഫിഷ് ഓൺ അടിച്ചടാ. ഓ അപ്പോൾ നമ്മുടെ ബുള്ളറ്റിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. നല്ല മീനോ, നല്ല മീനോ, നല്ല മീനോ. ആ നിനക്ക് കിട്ടി. ആ അതിലും വിളിച്ചോളാ. ഒമ്പടാ, അടിപൊളി. 3/4 കിലോ ഇതുണ്ടോ, അടിപൊളി. ഞാൻ ഗ്രിപ്പർ ഇടാം. നമ്മുടെ ബുള്ളറ്റ് മീൻ്റെ വായിക്കാൻ തിരിപ്പുണ്ട്, ഞാൻ കാണിച്ചിടാം. അതിൻ്റെ ഹെവി ഹെവി ഹെവി. നമുക്ക് ആ സ്ട്രൈക്ക് ഇട്ടെന്ന് പറഞ്ഞവനെ നമ്മൾ നോക്കിയേ, ഗ്രിപ്പറേന്ന് വള്ളി ഊരി പോന്ന്. അയ്യോ ഇടുവാ, ഇത്ര വർഷമായതല്ലടാ. അപ്പോൾ അതെ വല്ല മുതലൊരു സാധനം. ഓ നമ്മുടെ ഫ്രോഗ് വായിക്കാതിരിക്കുന്നു. അടിപൊളി ഹുക്കപ്പ് അയക്കുന്നേ ഉണ്ടോ, നല്ല തീർ ഹുക്കപ്പ് അയക്കുന്നത് കേട്ടോ നമ്മുടെ ബുള്ളറ്റ് കേട്ടോ. നമ്മുടെ അടിപൊളി ഹുക്കപ്പ്. നമുക്ക് ഏതായാലും ഹുക്ക് റിമൂവർ വെച്ച് നമുക്കിത് അൺഹുക്ക് ചെയ്യാം. ഇതുണ്ടോ സാധനം. ഓ പിന്നെ പൊളിയാന്ന് പറയും. ഇതുണ്ടോ കൈ ഇടുവാൻ വേണ്ട ഒന്നും ഇതുണ്ടോ, നേരെ എടുത്ത് ഹുക്കിലിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക, ഇങ്ങനെ നേറുക. നിസ്സാര പരിപാടി. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിനകത്ത് കയറിക്കോളും. 150 രൂപ വിലയാണ്ട് മാത്രമേ ഉള്ളൂ. വില എനിക്കറിയത്തില്ല കൃത്യം. അടിപൊളി ഫ്ലോ അല്ലോ. ചെറിയ അതെ ചെറിയ വരാൽ വരെ നമുക്ക് കയറുന്നുണ്ട്. സൂപ്പർ ഹുക്കപ്പെട്ടോ. അതെ കിട്ടിയ വരാൽ 1.5 കാണിക്കാം. മാന്താപ്പ് സാധനം, ഹെവി സാധനം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കാം അല്ലേ. അതെ എങ്ങും പോകത്തില്ല, ഗ്രിപ്പർ ഉള്ളതുകൊണ്ട് എങ്ങും പോകത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത കാസ്റ്റ് ചെയ്യാം. നമ്മുടെ ഫ്രോഗ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓ സ്പിന്നർ നമ്മൾ തിരിച്ചിട്ടേക്കുന്നത്. അതെ ഇനി ഇട്ടാൽ മതി. ഓക്കെ അടുത്ത നീ പിടിക്കും. ആ കാര്യം 2 സ്ഥലമാണ്, എല്ലാം ഒരു സ്ഥലം തന്നെ, ഒറ്റ തോട് തന്നെയാണ്. അപ്പം അവൻ അവിടെ കാസ്റ്റ് ചെയ്യുന്നു. നേരെ നമുക്ക് ഇവിടെ എല്ലാം കവർ ചെയ്യാം. ആ സമയത്ത് നമുക്ക് എവിടെ നിന്നൊക്കെ മീൻ അടിക്കും കേട്ടോ. ചെറുതാണോടാ. അപ്പോൾ അതെ അഖിൽ അടുത്ത മീനെ പൊക്കിയിട്ടുണ്ട്. ആ ഞാൻ ഇവിടെ തന്നെ അറിയാൻ പോവാ. ആ ഇത് വലിയ കുഴപ്പമില്ലടാ, എടുത്തോ. ആ സൈസ് തന്നെ എല്ലാം. ഒരെണ്ണം മാത്രം നമുക്ക് ഇച്ചിരി മുഴുത്ത കിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇതേയുണ്ട്, ഇതെല്ലാം ഒരു ഇടത്തര സൈസാണ് കേട്ടോ നമ്മുടെ ബുള്ളറ്റിൽ കേട്ടോ. ഊരിട്ടു. ആ ഞാൻ അവിടെ നിന്ന് അറിയാൻ പോവാ. നീ പൊക്കോ, നീ എങ്ങോട്ടേലും പൊക്കോ, അവിടെ മീനില്ല. പിന്നെ ആക്ഷൻ അല്ലേ ഫ്രോഗിന്. കാണിച്ചേ. ഓ നല്ല ഹുക്കപ്പ് അല്ലേ, അതായത് നീഡിൽ പോലത്തെ ഹുക്കപ്പ്. അതാ പറഞ്ഞേ. പകില് 3ാമത്തെ മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓ കുഴപ്പമില്ല, അടിപൊളിയാ, കുഴപ്പമില്ല. അപ്പം നമ്മളുണ്ടല്ലോ ഇവിടെ നിന്ന് ഇച്ചിരി മാറിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ഒന്ന് എറിഞ്ഞ് നോക്കാം. ലക്കുണ്ടോ വല്ലതും കിട്ടിയാലോ. പകില് ഈ സമയത്ത് ഇവിടെ കവർ ചെയ്യും. പുല്ലേലുണ്ടല്ലോ ഫുള്ളിങ്ങനെ മഞ്ഞ് കിടക്കും കേട്ടോ. തട്ടിക്കഴിഞ്ഞ് വെള്ളം തെറിക്കും കേട്ടോ. കയ്യ ഫുള്ള് വെള്ളം. സ്ട്രൈക്ക് എസ് ഫിഷോൺ. അപ്പോൾ നമ്മൾ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ബുള്ളറ്റിൽ അടുത്ത മീൻ ഡാ. അപ്പോൾ നമ്മുടെ ബുള്ളറ്റിൽ അടുത്ത മീൻ നമ്മൾ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ വായിൽ ഗ്രിപ്പർ ഇടണം. ആ ഗ്രിപ്പർ അവിടെ കിടക്കും കേട്ടോ. തൽക്കാലം നമുക്ക് കൈ വെച്ച് അൺഹൂക്ക് ചെയ്യാം. ദേ ഈ വലുപ്പം കേട്ടോ, ഒരു 1/2 കിലോ എന്താളും കാണും കേട്ടോ. അങ്ങനെ ഒരു വലുപ്പമുള്ള വരാലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് കേട്ടോ. ഈ ഒരു ലെങ്ത് വരും കേട്ടോ. ഇതുണ്ടോ ഇത്രയും വലുപ്പമുണ്ട്. ഓക്കെ സെറ്റ്. നമ്മുടെ ഇന്നത്തെ 3ാമത്തെ മീനെ ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ തിരിച്ചിറങ്ങിക്കുന്നുണ്ടോ ബ്രൈഡ്. ഇവിടെയൊക്കെ മീൻ കാണണ്ട.
ചെറുതാ. അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ബുള്ളറ്റിൽ അടുത്ത മീൻ നമ്മളിതിനെ റിലീസ് ചെയ്തേക്കും കേട്ടോ. നമ്മുടെ ഉണ്ടോ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റിൽ അടുത്ത മീൻ അടിച്ചിരുന്നുണ്ടോ. ചെറിയ വരാലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ എടുക്കുന്നില്ല. നമുക്ക് പിന്നെ ഒത്തിരി വലിയ ഡാമേജ് ആക്കാതെ നമുക്കിതിനെ അൺഹുക്ക് ചെയ്യാവേ. നമ്മൾ വായിക്കാതെ വിരലിട്ട് തന്നെ ഉണ്ടാവും ഊരുന്നേ. ഒത്തിരി ഡാമേജ് ആകത്തില്ല കണ്ടോ, ഒരു കുഴപ്പമില്ല. നമ്മളിതിനെ തിരിച്ചു വിടുവാണേ. ഓക്കെ, നമുക്ക് ഫ്രോഗ് പഴയ പൊസിഷനിലേക്ക് ആക്കാം. പിന്നെ നേരെ അടുത്ത കാസ്റ്റ് ചെയ്യാം. വീഡിയോ കട്ട് പോലും ചെയ്യുന്നില്ല, അതിന് മുന്നേ മീനാ. നല്ല കാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. എന്നാടാ പോത്തോട്ടൻ്റെ പരിപാടി? പോത്തോട്ടൻ്റെ പരിപാടി. അപ്പോൾ ഗൈസ് മഞ്ഞങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ട് വെയിലായിട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ച് പോയേക്കുവാണ്. ഒരു പോത്ത് ഓടിപ്പോകുന്നുണ്ടോ? എൻ്റെ സൗണ്ട് കേട്ടറാ, എന്നെ കേട്ടോ, എൻ്റെ സൗണ്ട് കേട്ട് പായോ അവൻ അവിടെ പോയി ഇടിച്ച് നിന്ന്. അപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ മാറിയേക്കാണ് ഇവിടുന്ന്. ഇവിടെ നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ നമുക്ക് നാളെ വല്ലതും നമുക്ക് നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ നമ്മുടെ ബുള്ളറ്റ് ഇറങ്ങാം കേട്ടോ. അപ്പോൾ എല്ലാവരും കയറിയേക്കാണ് കേട്ടോ. ഇല്ലേ വേട്ട കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ല. അതെ, ചെറുതാണെങ്കിൽ നമുക്ക് കുറച്ച് മീൻ കിട്ടി കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും നമുക്ക് വൈകുന്നേരം കാണാം അല്ലെങ്കിൽ രാവിലെ കാണാം. ഓക്കെ, വൈകുന്നേരം ആയപ്പോൾ പിന്നെയും സെയിം റൂട്ട് തന്നെ പിടിച്ചേക്കാം കേട്ടോ. നമ്മൾ രാവിലെ വന്ന സെയിം സ്ഥലം തന്നെയാണ്, ഇന്ന് ആരില്ല ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ അനങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റൊക്കെ ആയിട്ടാണ് പിന്നെയും വന്നേക്കുന്നത്. നമുക്ക് നോക്കാം ഇനി വല്ലതും കിട്ടുമെന്ന് കേട്ടോ. നടന്നിനി അങ്ങോട്ട് പോകാനുണ്ട് സ്പോട്ടിലോട്ട്. അയ്യോ, ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടേ ഒരു ചെറിയ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ബാഗ് ഉണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല വൈകുന്നേരമൊക്കെ വന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു വൈബ് സ്പോട്ട് കേട്ടോ. ഫുള്ളൊരു ഹൊറർ ഫീൽ ചെയ്യുന്ന സ്ഥലം, ഫുള്ള് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല, നമുക്ക് കാസ്റ്റിങ്ങിലേക്ക് പോകാം. നമുക്ക് നോക്കാം വല്ലതും കിട്ടുമെന്ന് കേട്ടോ. ഫുള്ള് തുമ്പികളുടെ അതുണ്ടോ, ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം വറക്കുന്നതാണ്. വിഷം നമ്മുടെ ബുള്ളറ്റിലൊരു മീൻ അടിച്ചിട്ടുണ്ട് വൈകുന്നേരം വന്നപ്പം. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മുടെ ബുള്ളറ്റിൽ കേട്ടോ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വന്ന സെയിം സ്പോട്ടിൽ തന്നെ വന്നപ്പോഴാണ് അടിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഗ്രിപ്പർ ഇടാം. ഗ്രിപ്പർ അതിൻ്റെ വായിക്കാതിട്ടിട്ട് നമ്മുടെ ബുള്ളറ്റ് അതിനകത്ത് നിന്ന് അൺഹുക്ക് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ഹുക്കപ്പ് അയക്കുന്ന ബുള്ളറ്റ് ലൂർ ക്രാഫ്റ്റ്. ഓക്കെ, ഇത് അൺഹുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. ഡബിൾ സ്പിന്നറുള്ളതുണ്ടല്ലോ, ഭയങ്കര സൗണ്ടാണ്, മീൻ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, അടിപൊളി കേട്ടോ നമ്മുടെ ബുള്ളറ്റ് കേട്ടോ. കുഴപ്പമില്ല, നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഹുക്കപ്പ് റേഷ്യോ ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കയറുള്ളതുകൊണ്ടാണ് ഇത്രയും ഹുക്കപ്പ് റേഷ്യോ ഉണ്ടോ. എത്രാമത്തെ മീനെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത്യാവശ്യം നല്ല സ്ട്രൈക്ക് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ റോഡിൻ്റെ ഈ ഒരു ലെങ്ത് വരുന്നൊരു മീനാണ് കേട്ടോ. തൽക്കാലം നമുക്ക് ഇവനെ ഇട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാവേ. അവിടെ ഇനിയും മീൻ കാണും. ഇവിടെ ഇപ്പോൾ ഒരു മീൻ ഏറെടുത്ത് പോകണ്ടോ. ഇതുപോലെ ഒരെണ്ണം അടിച്ച് നല്ല സൗണ്ടാണ്. അൺഎക്സ്പെക്റ്റഡ് അടിയായി ഇപ്പോൾ ഇവനടിച്ചത്. അയ്യോ, ഹുക്കപ്പായിട്ടില്ല അവന്. എൻ്റെ മോനെ, എൻ്റെ മോനെ. സുഷോ ചെറുതാണോ? ഹൈ ഗായ്സ്, ഒരു ഇടത്തരം വരാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബുള്ളറ്റിൽ കേട്ടോ. ഒരിടത്തരം, വലിയ ഹെവി ഒന്നും അല്ലാത്തൊരു വരാൽ ഇതുണ്ടോ. നമ്മൾ റിലീസ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെറിയ വരാൽ വരെ ഇതൊക്കെ കയറുന്നുണ്ട് കേട്ടോ.
നമുക്ക് ആ ഫോളോ ചെയ്ത മീനല്ല ഇത്, വേറെ മീനാണ് കേട്ടോ. ഇച്ചിരി മുഴുത്ത മീനായിരുന്നു ഫോളോ ചെയ്തത്. എന്തായാലും ഒത്തിരി ഡാമേജസ് ഒന്നും ആയിട്ടില്ല. നമുക്കിന്നത് ഈ വെള്ളത്തിലിടാം. കാര്യം അവിടെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഇതൊരു വലിയ കണ്ടാണ് കേട്ടോ. ഇനി തൊട്ടേക്കാം. അവിടെ കിടന്നോട്ടെ. ഇവിടെ നിന്ന് കയറി കണ്ടത് ഇവിടെ അങ്ങ് പൊക്കോളും. ഇപ്പോൾ കര കയറി കിടപ്പുണ്ട്, കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെട്ടോളും. തിരിച്ചിട്ടേക്കുക. ഓക്കെ, ഫ്രോ സെറ്റ് ആട്ടോ. അടിപൊളി ഫ്രോ കേട്ടോ, ഒന്നും പറയാനില്ല. ഒറ്റ മീൻ പോലും മിസ്സാകത്തില്ല. എല്ലാം കരയ്ക്ക് കയറും കേട്ടോ. യെസ്, ഫിഷോ വിട്ടുപോയി. അത് ജസ്റ്റ് കയറിയിട്ട് സ്ട്രൈക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. അത് തുമ്പത്ത് കയറുന്ന മീനാണ്. ഇത് കരയാണ് കേട്ടോ, അവിടെ മാത്രമേ വെള്ളമുള്ളൂ. അവിടെ കയറി അടിച്ചാണ് നമ്മുടെ ബുള്ളറ്റിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അത് ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചിരാവേ. അൺഎക്സ്പെക്റ്റഡ് അടിയായി പോയുണ്ട്. റെഡിയുണ്ട്. പോയോ? അതേ കിടക്കുന്നു. തീർത്ത് കുഞ്ഞൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല സൈസ് വരാലാണ്. ഇതുണ്ടോ നല്ല നാടൻ വരാൽ കേട്ടോ. അമ്പട, ഇത്തിരി വരാലിനൊക്കെ നമുക്ക് കിട്ടേണ്ടത് നല്ല നാടനെ, തനി നാടനെ. ഓക്കെ, നമ്മുടെ ബുള്ളറ്റേൽ അപ്പം അടുത്ത മീൻ നമ്മൾ പൊക്കിയിട്ടുണ്ട്. തീർച്ചിങ്ങ് പോകുന്നു കേട്ടോ. അടിപൊളി നാടൻ വരാൽ കേട്ടോ. ദേ റോഡ് വെച്ച് കമ്പയർ ചെയ്ത് കാണിക്കാം. ഈ ഒരു ലെങ്ത് വരും കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ എത്രാമത്തെ മീനാണ് നമുക്ക് അറിയത്തില്ല. നമ്മൾ പല ദിവസങ്ങളായിട്ട് പിടിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കൃത്യമായിട്ട് നമുക്ക് എത്ര മീനായെന്ന് അറിയത്തില്ല. നമുക്ക് അതിൽ തന്നെ കവർ കയറിയിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫുള്ളുണ്ടല്ലോ, ഭയങ്കര വലിയ ഇല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെട്ടിയിട്ടേക്കുവാണ്. ഇതിനിടയിൽ കൂടെ നമുക്ക് നടന്നു പോയിട്ട് ഇവിടേക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാവേ. ഫിഷോ അതിനാ വരാൽ. ഉയ്യോ ഗൈസ്, നല്ല ഹെവി സൈസ് വരാൽ നമ്മുടെ ബുള്ളറ്റിൽ കേട്ടോ. വരാൽ അപ്പോൾ ഗൈസ് നമുക്കൊരു അടിപൊളി സൈസ് വരാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബുള്ളറ്റിൽ. വീഡിയോ ഓണാണോ എനിക്കറിയത്തില്ല. ഇതുണ്ടോ അമ്പ്ര ഫ്രോയിങ് ഊരി പോകുന്നത്. ഏതായാലും ഗ്രിപ്പറേന്നും വിട്ടുപോയി, നന്നായി. ഇതുണ്ടോ അടിപൊളി സൈസ് വരാൽ കേട്ടോ. നല്ല കിണ്ണം നടൻ വരാൽ കേട്ടോ. ഹെവി സൈസാണ് കേട്ടോ നമ്മുടെ ബുള്ളറ്റ്, ലൂർ ക്രാഫ്റ്റ് ബുള്ളറ്റ് കേട്ടോ. നമ്മുടെ അടിപൊളി. അപ്പം ഇത് എത്രാമത്തെ മീനാണെന്ന് എനിക്കറിയത്തില്ല. തലത്തേം കിടക്കട്ടവൻ കേട്ടോ. ഫ്രോ ഉണ്ടോ, നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. അടിപൊളി ഫ്രോ, ഒന്നും പറയാനില്ല. വെടിക്കെട്ട് ഫ്രോ കേട്ടോ. അടിക്കുന്ന മീനെല്ലാം തന്നെ കയറുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കാസ്റ്റ് ചെയ്യാം. എൻ്റെ പൊന്നെ. അപ്പോൾ നമ്മുടെ ബുള്ളറ്റിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക അടി കേട്ടോ. നല്ല നാടൻ വരാനാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. മറ്റേ സാധനം ഒന്നും നല്ല കിണ്ണ നാടനാണ്. ഒരു പ്രത്യേക അടി, ഇവിടെ വന്ന് ഒറ്റയടി. അമ്പട പൊളി സാധനം. അപ്പം നമുക്ക് വായിൽ ഗ്രിപ്പർ ഇടാം. നല്ല അടിപൊളി ഹുക്കപ്പ് അയക്കുന്നത് ഇതുണ്ടോ. ഗ്രിപ്പർ ഇട്ടിട്ടുണ്ട്, കണ്ണൊക്കെ അവൻ്റെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഹുക്ക് റിമൂവർ എടുത്തിട്ട് ഹുക്ക് കണ്ണ് ഹുക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബുള്ളറ്റ് കേട്ടോ. നല്ല കിടുക്കാച്ച് വരാൽ. റോഡിൻ്റെ ലെങ്ത് വെച്ച് കാണിച്ചിട്ടാവേ. ഇതുണ്ടോ ഈ വലിപ്പമുണ്ട് കേട്ടോ. 1/2 കിലോ എന്ത് പറഞ്ഞാലുള്ള വരാൽ കേട്ടോ. നല്ല നാടൻ വരാൽ, വിയറ്റ്നാമി ഒന്നുമല്ല കേട്ടോ. കിടുക്കാച്ച്, നല്ല മഞ്ഞയും കറുപ്പൊക്കെ ഉള്ള നല്ല കിടുക്കാച്ച് നാടൻ വരാൽ. ഇത്ര ഉണ്ട് കേട്ടോ. നേരെ ഇട്ടേക്കാം. ഓക്കെ, സെറ്റ്. അമ്പടാ. ഓ, അപ്പോൾ നമ്മുടെ ബുള്ളറ്റിൽ അടുത്ത മീൻ. ഈ ഒരു സ്ട്രൈക്ക് ആയിരുന്നറിയോ, മോരക സ്ട്രൈക്ക്. അൺഎക്സ്പെക്റ്റഡ് അടിയാണ് കേട്ടോ. ചുമ്മാ ഇതുവഴി വന്നപ്പം കയറി നിമ്മ നിറഞ്ഞ് നോക്കിയാട്ടോ.
അപ്പോൾ നമുക്ക് അടിച്ച് നല്ല അടിപൊളി വരാൽ തന്നെ കേട്ടോ കിട്ടിയേക്കുന്നത്. ഇത് നല്ല നാടൻ കേട്ടോ, മറ്റേ സാധനമൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ആ പാറ്റേൺസ് കണ്ടോ അടിയിലത്തെ, അതായത് മറ്റേ വിയറ്റ്നാമി ആണെങ്കിൽ അടിവശം ഫുള്ള് വെളുത്തിരിക്കും. ഇതുണ്ട്, ഇതും ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നേക്കുന്നത്. നേരെ ഗ്രിപ്പർ വായിട്ടാം. അയ്യോ മാറെ ഹുക്കപ്പ് ബുള്ളറ്റിരിക്കുന്നുണ്ടോ, കിടുക്കാച്ച് ഹുക്കപ്പ്. ഓക്കെ, എന്തൊക്കെയാണല്ലോ ഹുക്ക് റിമൂവർ യൂസ് ചെയ്യാതെ ഊരാൻ പറ്റത്തില്ല. കാര്യം ഇതുപോലത്തെ ഹുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷനില്ല. ഓക്കെ, ഇതേ നമ്മുടെ ബുള്ളറ്റ്. ഓക്കെ, അടിപൊളിയായിട്ട് ഹുക്കാവുക. നമുക്കേതായാലും ഫ്രോഗ് പഴയ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാം. നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി കേട്ടോ. ഫ്രോഗ് സെറ്റാക്കിയിട്ടുണ്ട്. അമ്പടാ, ദേ ഫ്രോഗ് വെച്ച് കമ്പയർ നോക്കിയാൽ മീനിൻ്റെ വലുപ്പം നല്ല കിടുക്കാച്ച് വരാലോ കേട്ടോ. ഒരു 3/4 കിലോ എന്താണെങ്കിലും കാണും വരാൽ. ഓക്കെ, തൽക്കാലം നമുക്ക് ഫ്രോഗും ഗ്രിപ്പറും താഴെ ഇടാം. സോറി, ഹുക്ക് റിമൂവറും താഴെ ഇട്ടിട്ടുണ്ട്. ദേ ഇത്രയും വലുപ്പമുള്ള വരാലോ കേട്ടോ. പിടയ്ക്കും. ദേ കിണ്ണം കാച്ച് വരാൽ, അടിപൊളി സൈസ് കേട്ടോ. ഒരു 1/2 കിലോ അല്ലെങ്കിൽ 3/4 കിലോ ആ സൈസ് വരും. റോഡ് വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത്രയും വലുപ്പമുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല മീനിൻ്റെ വലുപ്പം. ഇതുണ്ടോ, ഇത്ര ഉണ്ടേ. ഓക്കെ സെറ്റ്. നമുക്കിപ്പോൾ മീൻ അടിച്ച അവിടെ തന്നെ ഒന്നുകൂടി നിർത്തി നോക്കാം. കാര്യം ഇതൊക്കെ ലക്ക. നമ്മളാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് നമ്മൾ എറിഞ്ഞ് നോക്കാവേ. ഒരു ഗ്യാപ്പ് കണ്ടാൽ നമ്മൾ വിടരുത്. ലക്കുണ്ടെങ്കിൽ മീൻ അടിക്കും. അയ്യോ, ഫ്രോവിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കാം. സ്പിന്നറിൻ്റെ ഈ ഡബിൾ സ്പിന്നർ ഉള്ളതുകൊണ്ട് നല്ല ആക്ഷൻ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണല്ലോ നമ്മുടെ ബുള്ളറ്റ് നമ്മൾ അത്യാവശ്യം ന്യായമായിട്ട് തന്നെ മീൻ പിടിച്ചിട്ടുണ്ട്. പശുക്കളൊക്കെ എൻ്റെ സൗണ്ട് കേട്ട് ഓടിപ്പോവുക. അപ്പോൾ ഉണ്ടല്ലോ നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളാണ് തിരിച്ച് കയറിയേക്കാണ്. ഇന്നലെ രാവിലെ നമ്മൾ അഖിലുമായിട്ട് പോയപ്പോൾ കുറച്ച് മീനൊക്കെ പിടിച്ചു. ഇന്നലെ വൈകുന്നേരം പോയപ്പോൾ 1-2 കിട്ടി. ഇപ്പോൾ നമ്മൾ കുറച്ച് മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണല്ലോ മീനെ ഒന്നും കാണിക്കാനൊന്നുമില്ല, കാര്യം എല്ലാം പല ദിവസങ്ങളായി പിടിച്ചുകൊണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമ്മുടെ ബുള്ളറ്റ്, നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല ഹുക്കപ്പ് ഉണ്ട്. അതായത് ചെറിയ വരാൽ തൊട്ട് വലിയ വരാൽ വരെ നമുക്ക് സിമ്പിളായിട്ട് കയറും കേട്ടോ. ചേറുമീൻ വരെ നമുക്ക് പിടിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്രോഗുമാണ് കേട്ടോ. അപ്പോൾ ചേറുമീൻ വരെ കാസ്റ്റ് ചെയ്യാൻ നല്ല കാസ്റ്റിംഗ് ഇടുന്നുണ്ട് കേട്ടോ. ഡബിൾ സ്പിന്നർ ആയതുകൊണ്ട് പിന്നെ പറയണ്ട, നല്ല ആക്ഷൻ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തേക്കോട്ടോ. നല്ല മഴക്കാറൊക്കെ ഉണ്ട്, നമുക്ക് തിരിച്ച് നടന്നു പോകാനുണ്ട് വീട് വരെ. അപ്പം നമ്മുടെ ഈ ലൂർ ക്രാഫ്റ്റിൻ്റെ ഫ്രോ ഒക്കെ ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രോയ്ക്ക് അത് പറഞ്ഞ പോലെ ഞാൻ നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലും ഒക്കെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ബെൽ ബട്ടൺ അവിടെയൊക്കെ എനേബിൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ. മഴ പെയ്യുമോ എന്നറിയത്തില്ല. പശുക്കളൊക്കെ എന്താണെങ്കിലും നല്ല പുല്ലൊക്കെ സെറ്റായിട്ട് നിൽക്കുകയാണ്. നമുക്കായാലും നടന്നങ്ങ് പോയേക്കാം.